പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഫെബ്രുവരി 10 ചൊവ്വാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആശീർവദിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ് ചെയ്യാത്തവരെ, വിസ നഷ്ടപ്പെട്ടവരെ, വിസ തീർന്നു പോയവരെ, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നവർ, ഇടയ്ക്ക് വെച്ച് ആ ഫയൽ ക്ലോസ് ചെയ്തിരിക്കുന്നവർ, പെൻഡിങ് ആയിരിക്കുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, ഒത്തുവന്ന വിവാഹം നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദന ഉള്ളവർ, മക്കളില്ലാത്തവർ,
മക്കൾക്ക് വേണ്ടി ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നതും അതേസമയം തന്നെ എന്തെങ്കിലും മെഡിക്കലായിട്ടുള്ള കുഴപ്പങ്ങളുള്ളത് വേദനിച്ചിരിക്കുന്നവർ, അവരെല്ലാം അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോ നാമത്തെ ആശ്രയിക്കുന്നു. ഭവനരഹിതർ, വീടില്ലാത്തൊരു, സ്ഥലമില്ലാത്തൊരു, വഴിയില്ലാത്തൊരു വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ, എടുത്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ, അവിടെ നിലവിലുള്ള ദോഷങ്ങളെ ഈശോ നാമത്തിൽ ബന്ധിക്കുന്നു. വിവാഹം ഒത്തുവരാൻ പോകുന്നു, അത് നടത്തിക്കൊണ്ടു പോകാനുള്ള പണമില്ല, അത് നടത്തിക്കൊണ്ടു പോകാനുള്ള, വിവാഹം നടത്താനാളില്ല, അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, ഉള്ളവർ തന്നെ വിവാഹം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒറ്റപ്പെട്ടു പോണ ജന്മങ്ങൾ, മാതാവേ ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് അമ്മ ഈസ്റ്റർ കഴിയുമ്പോൾ അത് നടത്തി കൊടുക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ വെള്ളമില്ലാത്തവർ, ഒത്തിരിയേറെ കുഴൽക്കിണർ കുത്തിയിട്ടും ഒത്തിരി ആഴത്തിൽ കുത്തിയിട്ടും പണം നഷ്ടപ്പെട്ടിട്ടും വെള്ളം കാണാത്തൊരു, ആ സ്ഥലം വിൽക്കാൻ പറ്റണില്ല, അവിടെ ജീവിക്കാനും പറ്റാത്ത വിഷയത്തിലുള്ള എല്ലാ മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. വീട് പണി തുടങ്ങാൻ പോകുന്നവർ, വീട് പൂർത്തിയാക്കാൻ പോകുന്നവർ, വീട് പരവാസത്തിൽ ആചരിക്കാൻ പോകുന്നവർ, അതിന് സാമ്പത്തിക കടങ്ങളുള്ളവർ, ലോൺ പാസ്സാകാത്തവർ, ലോൺ പ്രോസസ്സിലിരിക്കുന്നവർ, സിവിൽ നോട്ട് കുറവുള്ളവർ, പോയിൻ്റ് കുറവുള്ളവർ, ആ മേഖലകളിലെല്ലാം കർത്താവ് അവരുടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ആ വിഷയത്തിൽ ദൈവ തീരുമാനം ഉണ്ടാകാൻ ഇടയാക്കണമേ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ഏതെല്ലാം വിഷയങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ മക്കളതെല്ലാം മനസ്സിൽ ഓർക്കുന്ന ഈ സമയത്ത് ഞാൻ അതിനെക്കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്നലെ കണ്ടത് ദൈവം ഭാവി കാലത്തെ എങ്ങനെ നമ്മുടെ ഭാവി കാലത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. അതാണ് ഹവയോട് ചോദിച്ചത്, നീ എന്താണ് ചെയ്തത്? പക്ഷേ ദൈവം ഉദ്ദേശിച്ച അവളെ അനുദപിക്കുമെന്ന് ഓർത്തിട്ടാണ് അങ്ങനെയുള്ള ഒരു ചോദ്യത്തിൻ്റെ ചാൻസ് കൊടുക്കുന്നത്. അനുദപിക്കാൻ അവസരമാണതേ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ആ വഴിക്ക് പരിശുദ്ധാത്മാവ് ഇല്ലാഞ്ഞ കാരണം അത് മനസ്സിലായില്ല. അനുദപിക്കാൻ അവസരം എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ വരുമെന്നൊക്കെ അറിയാൻ പറ്റത്തില്ല. ഹെബ്രായർ 12:17 പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണീരോടെ അവനത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല. അനുദപിക്കാൻ ദൈവം ഇങ്ങനെ അവസരം കൊടുക്കും, പക്ഷെ മനസ്സിലാകത്തില്ല ചിലർക്ക്. അതാണ് വിഷയം. ഇപ്പം നമ്മുടെ മുതിർന്നവർ, നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടായി നമ്മൾ ചെയ്തു. അപ്പോൾ ചിലപ്പോൾ അപ്പൻ ചോദിക്കും, അമ്മ ചോദിക്കും, അല്ലെങ്കിൽ ഭാര്യ ചോദിക്കും, നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് അവർ ചോദിക്കണത്. എനിക്ക് വേറെ പടിയൊന്നുമില്ല അതിനൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവം ചോദിച്ച അനുദപിക്കാനുള്ള അവസരത്തെ, നമ്മുടെ തെറ്റുകളെ നീതീകരിക്കാൻ വേണ്ടി നമ്മൾ അവരെ ബ്ലോക്ക് ചെയ്യും. അതുതന്നെയാണ് കായനും ചെയ്തത്. എന്താണ്? ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ? പക്ഷേ അനുദപിക്കാൻ വേറെ ഒരാളിനൊരു അവസരം കൊടുത്ത് അയാളോടും ചോദിച്ചു. അയാൾ യൂറിയായെ കൊന്നു, അയാളുടെ ഭാര്യയെ സ്വന്തമാക്കി. അയാൾ അന്നത്തെ ഗതികെട്ട ജീവിതം കൊണ്ടാണ്. അയാളുടെ വൈഫൊക്കെ അയാളെ എതിർപ്പായിരുന്നു അയാളോട്, ദാവീദിനോട്. അയാൾ ഇസ്രായേലിന് വേണ്ടിയും ജീവമരണം വെച്ച് കർത്താവിൻ്റെ ഓഹരിയായ ഇസ്രായേലിന് വേണ്ടി നിലനിന്നതാണ്. കുടുംബത്തിൽ ഒരു സമാധാനം കിട്ടാത്തൊരു മനുഷ്യനാണ് ഇയാൾ. അപ്പോൾ പലതുകൊണ്ടും അവഗണന, മോസസിനെ ഉണ്ടായിരുന്ന പോലുള്ള അവഗണന ഇയാൾക്കുണ്ടായിരുന്നു, ദാവീദിനുണ്ടായിരുന്നു. അപ്പോൾ അയാൾക്ക് മുന്നിൽ കുറേ അബദ്ധങ്ങൾ സംഭവിച്ചു. അതിൻ്റെ പേരിൽ നമ്മൾ ഓർക്കണം, എപ്പോഴും നമ്മൾ ഈ അബദ്ധങ്ങളൊക്കെ സംഭവിക്കുന്നത്, അവഗണന വരുമ്പോൾ അബദ്ധങ്ങൾ സംഭവിക്കും. അത് മറന്നു പോകരുത്. നിങ്ങളുടെ വീട്ടിലായാലും നിങ്ങളുടെ ജോലി സ്ഥലത്തായാലും അബദ്ധങ്ങൾ സംഭവിക്കും. ദാവീദിന് അങ്ങനെ അവഗണന വന്നതാണ്. സ്വന്തം വൈഫിൽ നിന്നൊക്കെ കളിയാക്കുമായിരുന്നു. നീ രാജാവാണോ, തുണിയില്ലാതെ മറ്റു പെണ്ണുങ്ങളുടെ കൂടെ നൃത്തം ചെയ്യണം, നാളെ അതൊക്കെ അവർ ചോദിക്കുക ഇയാളോട്. ഇയാൾക്ക് ഒരു അംഗീകാരം കിട്ടിയില്ല. അപ്പോൾ ഇയാൾ ബത്ശേബയെ കണ്ടപ്പോൾ അങ്ങനെ ഒരു ആകർഷണനായി. പിന്നെ അതെല്ലാം അബദ്ധമായിപ്പോയി. അബദ്ധങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ദൈവം ഇയാളോട് ചോദിക്കും, നീ എന്താണ് ചെയ്തത്? ആ ചോദ്യം തന്നെയാണ് കായനോടും ആ ചോദ്യം തന്നെ അവയോടും ചോദിച്ചത്. പക്ഷെ ഇവനോട് ചോദിക്കുമ്പോൾ ഉത്തരം വ്യത്യസ്തമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് 2 സാമുവേൽ 12:9 എന്തുകൊണ്ട് നീ എന്നെ അനുസരിക്കാതെ എന്റെ മുൻപാകെ ഈ തിന്മ ചെയ്തു. അപ്പൊ ദൈവം ചോദിക്കുകയാണ്, നാഥാനിലൂടെയാണെന്നേ ഉള്ളു, എന്തുകൊണ്ട് നീ എന്റെ വചനം അനുസരിക്കാതെ
ഈ തിന്മ ചെയ്തു എന്ന് ദൈവം ചോദിക്കുകയാണ്. പക്ഷെ ആ പാവപ്പെട്ട ഉത്തരം കേട്ടെ, 2 സാമുവേൽ 12:13. അത് അവ്വയുടെ ഉത്തരമല്ല, അത് കായന്റെ ഉത്തരമല്ല. അതാണ് ദാവീദ് എന്ന് പറയുന്നത്. അവന് അത് അനുദപിക്കാനുള്ള അവസരമാണെന്ന് മനസ്സിലായി. ആ ചോദ്യം, നീ എന്തുകൊണ്ട്, എന്താ ചോദ്യം എന്താണ്? എന്തുകൊണ്ട് നീ എന്നെ അനുസരിക്കാതെ എന്റെ മുൻപാകെ ഈ തിന്മ ചെയ്തു. അപ്പൊ ആ ഒരു ചോദ്യത്തിന് അനുദപിക്കാനുള്ള അവസരമാണെന്ന് ദാവീദിന് പറഞ്ഞു കൊടുത്തത് പരിശുദ്ധാത്മാവാണ്. അതാണ് ഈ ഹവ്വായും ദാവീദും തമ്മിലുള്ള വ്യത്യാസം. ഇവൻ തെറ്റ് ചെയ്തെങ്കിലും പരിശുദ്ധാത്മാവ് ഇവനെ അബാൻഡൻ ചെയ്യുന്നില്ല. കാര്യം, നമുക്ക് 8855 വാഗ്ദാനങ്ങളിലുള്ളതിൽ ഒരു വാഗ്ദാനം ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ് എന്നുള്ളതാണ്. അത് വാഗ്ദാനമാണ്. ഒരു കാരണവശാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലുള്ളതാണ്. അപ്പം ആ ഒരു പ്രൊവിഷനിൽ പരിശുദ്ധാത്മാവ് പിടിച്ചു നിൽക്കുകയും ഇവനെ ലെഫ്റ്റ് ഓർഫണാക്കണില്ല. എന്നിട്ട് ചോദിക്കുകയാണ്, നീ എൻ്റെ ദൈവം ചോദിക്കുമ്പോൾ ദൈവം ഇങ്ങനെ ചങ്ക തകർന്ന് ചോദിക്കണതാണ്, എന്താണ് നീ എന്നെ അനുസരിക്കാഞ്ഞത്? ലോകത്തെല്ലാവരും എന്നെ നിരാകരിച്ചാലും നീ എന്നെ നിരാകരിക്കത്തില്ലെന്നാണ് ഞാൻ കരുതിയത്. എന്തുകൊണ്ട്, നിനക്കെന്ത് പറ്റിയെന്ന് ചോദിക്കും. അപ്പം ദാവീദ് പറഞ്ഞൊരു വാക്കുണ്ട്, അത് ഇങ്ങനെ കായം പറഞ്ഞ വാക്കല്ല. ഞാനാണ് സഹോദരൻ്റെ കാവൽക്കാരൻ. അവ ചോദിച്ചില്ലേ, സർപ്പവനെ വഞ്ചിച്ചു. അങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും ദാവീദിൽ, അത് പ്ലെയിനായിട്ട് ഫ്ലാറ്റായിട്ട് അത് പറയും. എന്താ ദാവീദ് പറഞ്ഞെന്ന് വെച്ചേ, 2 സാമുവേൽ 12:13. ഞാൻ കർത്താവിനെതിരായി ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു. ദാവീദ് പറഞ്ഞു. നാഥാൻ പറഞ്ഞു, കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല. അതാണ് സംഭവം. ആ വിഷയം കർത്താവിന് കായനോടും പറയാമായിരുന്നു, അവ്വായോടും പറയാമായിരുന്നു. കാര്യം ദൈവത്തിന് ഒറ്റ വാക്കിൽ തീരാനുണ്ടായിരുന്നുള്ള വിഷയങ്ങളെല്ലാം. ഇവർ രണ്ട് കക്ഷികളും അനുതാപമില്ലാതെ സ്വയം നീതീകരിച്ചു. ഇവനോട് അവർ ക്ഷമ തൽക്ഷണം കിട്ടി. കണ്ടില്ലേ എന്താ കാര്യം? ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി. അതാണ് ഞാൻ ദാവീദ് പറഞ്ഞു. കർത്താവിനെതിരായി പാപം അംഗീകരിച്ച സംഭവം അത് വല്ലാത്താണ്. നമുക്ക് അനുതാപം എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യത്തെ ഭാഗം അംഗീകരിക്കലാണ്. അബദ്ധം പറ്റിയത് അംഗീകരിക്കും. അപ്പോൾ ഇത് എപ്പോഴും നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇടപെടലിനെ, ദൈവതിരുസന്നിധി നിലനിൽക്കാനുള്ള ഒരു മാർഗം അത് നമ്മൾ അംഗീകരിക്കുന്നതാണ്. അംഗീകരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് മരണം വരെ അതിനെക്കുറിച്ച് ഒരു ഓർമ്മയുണ്ടാകണം. നിങ്ങളിന്ന് ഭാവിയിൽ എത്ര കേമന്മാരായാലും, എൻ്റെ ഒരു കഴിഞ്ഞ കാലം എനിക്കുണ്ടായിരുന്നു, കർത്താവിനെ കൈവിട്ട കാലം, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും ദുഃഖം ഉണ്ടാകണം. അത് നമ്മളെ വല്ലാത്ത രീതിയിൽ ആത്മാവിൽ വളർത്തും. ദാവീദ് എന്നെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നതാണ് ദാവീദും കായേനും ദാവീദും ഹവ്വായും തമ്മിലുള്ള ഒരു വ്യത്യാസം. ദാവീദോട് പരിശുദ്ധാത്മാവ് പറയും, നീ അപ്പായോട് പ്രാർത്ഥിക്കേണ്ടത് എന്നെ എടുത്ത് കളയരുത് എന്നാണ്. അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് എന്നാണ്. കാര്യം, തള്ളിക്കളയുക, അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ ദാവീദ് പ്രാർത്ഥിക്കുന്നതാണ്. കാര്യം, അത് വാഗ്ദാന പ്രകാരമാണ് ആ പ്രാർത്ഥന പോണത്. അതായത് ദാവീദ് എന്നിട്ട് ദൈവത്തോട് പറയും, അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, അങ്ങയുടെ പരിപാവനം എന്നിൽ നിന്ന് എടുത്ത് കളയരുത്. അങ്ങനെ ഈ ഒരു സമയത്ത് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും ദാവീദ് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. പരിശുദ്ധാത്മാ വാഗ്ദാനത്തെക്കുറിച്ച് അനുസ്മരിപ്പിക്കുക. ആ വാഗ്ദാനം കിടക്കണ എവിടെയാണ്? 1 സാമുവേൽ 12:22 തന്റെ ഉത്കൃഷ്ട നാമത്തെ ഫോർ ഹിസ് ഗ്രേറ്റ് നെയിം സേക്ക്, തന്റെ ഉത്കൃഷ്ട നാമത്തെ പ്രതി കർത്താവ് തന്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. ഫോർ ദ ലോർഡ് വിൽ നോട്ട് forsake his people, കർത്താവ് തന്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. അപ്പം നമ്മളെ ദൈവം ഇപ്പം നമ്മൾ പാപികളാണെങ്കിലും ദൈവം നമ്മളെ പരിത്യജിക്കാതിരിക്കുന്നത് കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൻ്റെ പ്രതിയാണ്. ഈ ഒരു പ്രൊവിഷനിലാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്,
എന്ത് പ്രാർത്ഥിക്കണത്? സങ്കീർത്തനം പ്രാർത്ഥിക്കണത് എന്താണ്? അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിപാവന എന്നിൽ നിന്ന് എടുത്ത് കളയരുതേ. പക്ഷെ ദൈവം ആ പ്രാർത്ഥന കേൾക്കും. കർത്താവിൻ്റെ തിരുസന്നിധി തന്നെ ദാവീദിനെ നിലനിർത്തും. ഈ നിലനിർത്താൻ സഹായിക്കുന്നത് ദാവീദിൻ്റെ അനുതാപം തന്നെയാണ്, പിന്നെ ദൈവസ്നേഹവും. കഴിഞ്ഞ കാലങ്ങളിലെ വന്നുപോയ ഡാമേജുകൾ റിപ്പയർ ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്നത് ആ വിഷയം അതുപോലെ ആരുടെയും മേൽ കെട്ടിവെക്കാതെ സ്വയമായി ഏറ്റെടുത്തുകൊണ്ട് അതിന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുതാപപ്പെടുന്നതും പാപക്ഷമയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നതും നല്ല റെക്ടിഫിക്കേഷൻ നമുക്ക് കിട്ടണം. കർത്താവിൻ്റെ തിരുസന്നിധി വ്യാപരിക്കാൻ, നിലനിൽക്കാൻ നമുക്ക് ന്യായം കിട്ടും. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഭൂതകാലത്തെ നമ്മൾ കാണേണ്ടത്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.